നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തം. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിൽ 5 പേർക്ക് പരിക്ക്. ഓച്ചിറയിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. കരുനാഗപ്പള്ളിയിൽ KSUവിന്റെ പ്രതിഷേധം. മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളെ അവഹേളിച്ചെന്ന് ആരോപണം. മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പാട് മണ്ഡലം കമ്മിറ്റി അഴീക്കൽ പാലം ജംഗ്ഷനിലാണ് മന്ത്രിയുടെ കോലം കത്തിച്ചത്. KMML-ൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടത്തുമെന്ന് മന്ത്രി P. രാജീവ്. ദേശീയ ജലപാതയ്ക്ക് കുറുകെ KMML നിർമ്മിച്ച സിംഗിൾ ഗാർഡർ ഫ്രീസ് ട്രസ്റ്റ് കോൺക്രീറ്റ് നടപ്പാലത്തിന്റെ സമർപ്പണം നടത്തി. മന്ത്രി P. രാജീവ് പങ്കെടുത്ത വേദിയിൽ പ്രതിഷേധവുമായി ചിറ്റൂർ പ്രദേശവാസികളും ജനപ്രതിനിധികളും. IT വ്യവസായത്തിന് കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യാന്തര IT കമ്പനിയായ ടോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ 2ാമത്തെ IT ക്യാമ്പസ് കൊട്ടാരക്കര നെടുവത്തൂരിൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 250 പേർക്ക് ജോലി ലഭിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 6 പേർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടുമാണ് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹാഷിം സുലൈമാൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് Y. ഷാജഹാൻ, KSU ബ്ലോക്ക് പ്രസിഡന്റ് ആരോമൽ, DCC എക്സിക്യൂട്ടീവ് അംഗം തുണ്ടിൽ നൌഷാദ്, അബ്ദുള്ള, സത്തിൻ എന്നിവർക്കാണ് പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റത്. താലൂക്ക് ആശുപത്രി കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി നേരിയ സംഘർഷത്തിന് ഇടയാക്കി. എന്നാൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയും പ്രതിഷേധ യോഗത്തോടെ പരിപാടി സമാപിക്കുകയും ചെയ്തു. പാവപ്പെട്ട രോഗികളോടുള്ള നിർധനരായ രോഗികളോടുള്ള ആരോരും ചോദിക്കാനില്ലാതെ കുടിലിന്റെ ഓരം ചേർന്ന് കിടക്കുന്ന മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പാവപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരോടുള്ള കരുതലായിരുന്നു. പാവപ്പെട്ട പട്ടിണിക്കാരോടുള്ള കരുതലായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള ആരോഗ്യ രംഗത്തും അവരുടെ ജീവിതത്തിനും വേണ്ടിയുള്ള കരുതൽ എടുത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ആ മുഖ്യമന്ത്രി കരുതൽ മാത്രമല്ല, കേരളത്തിൽ ഈ ലോകത്തിന് മൊത്തവും മാതൃകയാകുന്ന നിലയിൽ കേരളത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തി. വിമാനത്താവളങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കണം, നമുക്ക് മെട്രോ റെയിൽ കൊണ്ടുവന്നു, നമ്മുടെ സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നു, ലോകത്തിന്റെ ഏറ്റവും മാതൃകയാവുന്ന രീതിയിൽ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു. ഇതെല്ലാം എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ പിണറായി വിജയൻ തന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് കുഞ്ഞൂഞ്ഞിന്റെ കുഞ്ഞാണ്. ഇത് പുതുപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞൂഞ്ഞെന്ന പുതുപ്പള്ളിക്കാരുടെ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് കേരളത്തിൽ കാണുന്നത്. പരിപാടിക്ക് ശേഷം പ്രവർത്തകർ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചതോടെയാണ് പോലീസ് ലാത്തി വീശിയത്. ലാത്തിചാർജിൽ തലയ്ക്കും കൈക്കും കാലുകൾക്കും മറ്റുമാണ് പ്രവർത്തകർക്ക് പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ദേശീയപാത 66-ൽ ചാത്തന്നൂർ തിരുമുക്കിലെ അടിപ്പാത വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി. പരവൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. ദേശീയപാത 66-ൽ തിരുമുക്കിൽ ചാത്തന്നൂർ ഭാഗത്തേക്ക് പോകുന്നതിനും കൊട്ടിയം ഭാഗത്തു നിന്നും പരവൂരിലേക്ക് പോകുന്നതിനും വേണ്ടിയാണ് അടിപ്പാത നിർമ്മിച്ചത്.
എന്നാൽ അടിപ്പാതയുടെ സ്ഥാനം തെറ്റിയുള്ള നിർമ്മാണവും വീതി കുറവായതുമൂലം സർവീസ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതുമൂലം വലിയ വാഹനങ്ങളും ചാത്തന്നൂരിലേക്ക് പോകേണ്ട വാഹനങ്ങളും മൈലക്കാട് പാലത്തിനടിയിലൂടെയും പരവൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാത്തന്നൂർ ജംഗ്ഷനിലുള്ള പാലത്തിനടിയിലൂടെയും മാത്രമേ കടന്നു പോവുകയുള്ളൂ. ഇതുമൂലം 6 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട സ്ഥിതിയുണ്ട്. സ്വകാര്യ ബസ്സുകൾക്ക് ഇത് സാമ്പത്തിക ബാധ്യതയും സമയനഷ്ടവും ഉണ്ടാക്കുന്നു. പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. താരിമുക്കിൽ നിന്നും പരവൂർ വഴി പൂതക്കുളം, ചിരിക്കര, കാപ്പിൽ, ഇടവ, വർക്കല, ശിവഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനുള്ള പ്രധാന പാതയ്ക്ക് സമീപം നിർമ്മിച്ചിട്ടുള്ള അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ഇത് പുനർനിർമ്മിക്കുകയോ വീതി കൂട്ടി നിർമ്മിക്കുകയോ ചെയ്യുക എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. പരവൂർ നഗരസഭാ കൗൺസിലും വിവിധ ജനകീയ കൂട്ടായ്മകളും ഈ ആവശ്യം ഉന്നയിച്ച് നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ചെയർപേഴ്സൺ പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ സഫർ ഖയാൽ അധ്യക്ഷത വഹിച്ചു. എസ് ശ്രീലാൽ, ഷാജി, സിന്ധു, ആരിഫ ബീബി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി നഗരസഭ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടി ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിക്ക് തുടക്കമായി. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ 200 പേർക്ക് ദിവസേന പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണ പരിപാടിയായ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിക്കാണ് തുടക്കം കുറിച്ചത്. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21 ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ 200 പേർക്ക് ദിവസേന പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും എടുത്തു പറയുന്നില്ല, പക്ഷെ അതൊക്കെ നമുക്കറിയാം, എവിടെയും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നോക്കണ്ട. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത്. നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ആശുപത്രി ശ്രദ്ധിച്ചാൽ വലിയ മാറ്റമാണ് നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് കൈവന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ആശുപത്രി കെട്ടിടങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ നമുക്കറിയാം, പഴയത് നമുക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് നമുക്ക് പുതിയ ഈ കെട്ടിടത്തിലേക്ക് നമുക്ക് മുഴുവൻ സജ്ജീകരണങ്ങളും മാറ്റിയെടുക്കുവാനും ആധുനിക തരത്തിലുള്ള ഓപ്പറേഷൻ ഉൾപ്പെടെ കൊണ്ടുവരുവാൻ, അതിന്റെ സജ്ജീകരണങ്ങൾ കൊണ്ടുവരുവാൻ എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ ഗവൺമെന്റ് നേതൃത്വപരമായി പങ്കുവഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നമ്മുടെ നഗരസഭ ഇത്രയും ബൃഹത്തായ നിലയിൽ രാവിലെ തന്നെ നമ്മുടെ ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ പ്രഭാത ഭക്ഷണം അതിനുവേണ്ടി അവർ ചെയ്ത ഈ നല്ല കാര്യം നമുക്കറിയാം, ഇന്ന് മുതൽ നമ്മുടെ ഇവിടെ പ്രാവർത്തികമാകുകയാണ്. 10 രൂപ ഗുണഭോക്തൃ വിഹിതമായി താലൂക്ക് ആശുപത്രിയിലെ കുടുംബശ്രീ കൗണ്ടറിൽ അടച്ചാണ് രോഗികൾക്ക് ഭക്ഷണം വാങ്ങാൻ കഴിയുന്നത്. കുടുംബശ്രീ വഴിയാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ മീന സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി VS സന്ദീപ് കുമാർ പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഡോക്ടർ പി മീന, എം ശോഭന, എസ് ഇന്ദുലേഖ, റെജി ഫോട്ടോ പാർക്ക്, മഹേഷ് ജയരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KMML നിർമ്മിച്ച പാലം ഉദ്ഘാടന വേദിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ആസിഡ് ഗ്രാമം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KMML പരിസരത്തെ മലിനീകരിക്കപ്പെട്ട ചിറ്റൂർ പ്രദേശം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. 2014 UDF സർക്കാർ 150 ഏക്കർ ഭൂമി ഏറ്റെടുക്കാമെന്നുള്ള ജിയോ പുറപ്പെടുവിക്കുകയും അതിനുശേഷം വന്ന സർക്കാരുകൾ ചിറ്റൂർ ജനതയോട് നിരുപദ്രവപരമായ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് KMML 1 മണിക്കൂർ തരുന്ന കുടിവെള്ളം മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്രയം. എല്ലാ ജനങ്ങളും പലവിധപ്പെട്ട ക്യാൻസർ, ത്വക്കുരോഗ, ശ്വാസകോശ രോഗങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ ഭൂമി എടുക്കുന്നതിനുള്ള ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ KMML MS യൂണിറ്റിൻ്റെ പാല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പ് മന്ത്രി വരുന്നു എന്നറിഞ്ഞതിൽ ചിറ്റൂർ നിവാസികളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. KMML പരിസരത്തെ മലിനീകരിക്കപ്പെട്ട ഭൂമി ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായാണ് ചിറ്റൂർ ആസിഡ് ഗ്രാമം ജനകീയ സമിതിയും ജനപ്രതിനിധികളും KMML പാലം ഉദ്ഘാടനം നടക്കുന്ന വേദിക്കരികിൽ പ്രതിഷേധവുമായി എത്തിയത്. ചിറ്റൂർ ഗ്രാമം സർക്കാർ ഏറ്റെടുക്കുക, അധികാരികൾ കണ്ണു തുറക്കുക, ചിറ്റൂർ ജനതയെ ദുരിതക്കയത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ
ബാനറുമായി മന്ത്രി വേദിയിലേക്ക് എത്തിയപ്പോൾ ഇവർ കാണാൻ ശ്രമിച്ചു. എന്നാൽ കഴിഞ്ഞില്ല. വേദിക്ക് അഭിമുഖമായി ബാനറുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നിരന്നു. ഉദ്ഘാടന പ്രസംഗത്തിനിടെ മന്ത്രി ബാനർ മാറ്റി ഇരിപ്പിടങ്ങളിലിരുന്നാൽ നിങ്ങളുടെ വിഷയം പറയാമെന്ന് പറഞ്ഞു. ഇത് കേട്ട പലരും കസേരകളിലിരുന്നു. ചിലരാകട്ടെ ബാനറുമായി അവിടെ തന്നെ നിന്നു. നിങ്ങളുടെ പ്രശ്നം യാഥാർത്ഥ്യമുള്ളതാണ്. 35 വർഷമായി പ്രശ്നം നിലനിൽക്കുന്നു. ലാൻഡ് അക്വിസിഷൻ വഴി ഭൂമി ഏറ്റെടുക്കാനാകില്ല. ചിലരുടെ സമ്മർദ്ദത്തിലൂടെ നേരത്തെ വില കയറ്റിയതാണ് പദ്ധതി നിന്നുപോകാൻ കാരണമായത്. KMML പദ്ധതിക്കായി മാത്രമേ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയൂ. മലിനീകരിക്കപ്പെട്ട സ്ഥലത്തിനായിരിക്കും മുൻഗണന. നിലവിൽ 70 ഏക്കർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് 10-35 വർഷത്തെ പ്രശ്നമാണ്. അവര് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ജനുവനായ പ്രശ്നമാണ്. ആദ്യത്തെ ഇപ്പോ കളക്ടറോട് MLA പറഞ്ഞത്, കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വില നമുക്ക് അക്വിസിഷൻ പറ്റില്ല. കാരണം കമ്പനിയെ നോക്കി, ഫയലുകൾ മുഴുവൻ നോക്കി. അക്വിസിഷൻ സമയത്ത് ആരും ഇവരെ സഹായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വരാൻ കയറ്റി. അങ്ങനെയാണ് ആ പദ്ധതി അന്ന് നിന്നുപോയത്. എന്തായാലും ബഹുമാനായ MLA ഈ പ്രശ്നം ആവശ്യപ്പെട്ടു. അതുപോലെ മറ്റാളുകളും ആവശ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഞാനും കൂടി ഇരുന്ന് ഒരു യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ KMMLന്റെ പദ്ധതികൾക്ക് ഇപ്പോൾ സ്ഥലം എടുക്കാൻ കഴിയുന്നു. അടുത്ത പദ്ധതിക്ക് വേണ്ടി സ്ഥലം എടുക്കുമ്പോൾ ഇത് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. അല്ലാതെ തന്നെ 70 ഏക്കർ കൂടുതൽ എടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് സംബന്ധിച്ച് പരിശോധിക്കാനായിട്ട് എന്തെല്ലാം ബാധ്യത വരും എന്നൊരു പരിശോധന നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു. എന്തായാലും ആ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഈ സ്ഥാപനം ശക്തിപ്പെടുത്തലാണ് ഗവൺമെന്റ് കാഴ്ചപ്പാട്. ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങിയ മന്ത്രിയോട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരാതി പറഞ്ഞു, നിവേദനം നൽകി. ചിലർ പ്രതിഷേധവും അറിയിച്ചു. അതായത് ഈ KMML ഫാക്ടറിയുടെ അശാസ്ത്രീയമായ പ്രവർത്തനം മൂലം മലിനമാക്കപ്പെട്ട ഈ ഭൂമിയിൽ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട് രോഗദുരിതത്താൽ വലയുന്ന ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് KMML ഞങ്ങൾക്ക് ദാനമായി തരുന്നു എന്ന് പറയുന്ന കുടിവെള്ളത്തിൽ അല്പം വിഷം ചേർത്ത് വിടുക എന്നുള്ളതാണ്. ചിറ്റൂർ നിവാസികളുടെ ശല്യം അതോടെ ഇല്ലാതാകും. അല്ലാതെ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോ യോഗങ്ങളിൽ ഞങ്ങൾ നിവേദനം കൊടുത്തു മടുത്തിരിക്കുകയാണ്. 10 വർഷക്കാലമാകുന്നു ഈ സർക്കാർ. എന്ത് നടപടി ചിറ്റൂർ നിവാസികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്? യാതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറെ പ്രഖ്യാപനങ്ങൾ, നോക്കാം, കാണാം, നിങ്ങൾ വീണ്ടും വരൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, നിവേദനം കൊടുത്ത് മടുത്ത ഒരു ജനതയാണ് ചിറ്റൂർ ജനത. ഇനിയും ദയവ് ചെയ്ത് ചിറ്റൂരിലെ ജനങ്ങളെ പരീക്ഷിക്കരുത്. ചിറ്റൂർ ജനതയുടെ കാരണം അദ്ദേഹത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയിൽ വന്ന ഞങ്ങൾക്ക് അത്രയും നിരാശരായി മടങ്ങേണ്ടി വരുമ്പോൾ ജനകീയ സമരസമിതിയുടെ ഒരു തീരുമാനമായിട്ട് പറയുകയാണ്, ഞങ്ങൾ ഒരു തുടർ സമരമാണ് ആസൂത്രണം ചെയ്യുന്നത്. അതായത് മരണം വരെയും നിരാഹാരം കിടക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളോ ഇങ്ങനെ നശിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും നല്ല ഒരു നിലയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ KMML പടിക്കൽ സമരം ആരംഭിക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരമാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ആ സമരത്തിലേക്ക് പോകും. ജനപ്രതിനിധികളായ P. ശ്രീകല, B. സുകന്യ, ജയചിത്ര, പുറത്ത് സക്കീർ, ആസിഡ് ഗ്രാമം ജനകീയ സമിതി ഭാരവാഹികളായ അനിൽകുമാർ, ബീന, കൃഷ്ണൻകുട്ടിപ്പിള്ള, അനിതാദേവി, വേണുപിള്ള എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, ചവറ. കായംകുളം നഗരസഭാ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. നഗരസഭയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ശുചിമുറി മാലിന്യ പ്ലാന്റ് വാങ്ങിയതിൽ ഉൾപ്പെടെ അഴിമതി ആരോപിച്ചാണ് ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. കായംകുളം നഗരസഭാ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ടാണ് നഗരസഭയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അഴിമതി ആരോപിച്ചും അംഗനവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചുമാണ് മാർച്ച് നടത്തിയത്. കായംകുളം നഗരസഭയിൽ അഴിമതിയുടെ പരമ്പര സൃഷ്ടിച്ച് ചരിത്രം തിരുത്തിയ നഗരസഭാ ചെയർപേഴ്സൺ നാടിന് അപമാനമാണെന്ന് B. ബാബു പ്രസാദ് ആരോപിച്ചു. CPMന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആദ്യം ഇത് ചൂണ്ടിക്കാണിക്കുന്നത് CPMന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. അവർ ചൂണ്ടിക്കാണിച്ചു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചൂണ്ടിക്കാണിച്ചു,
അത് മുഖവരക്കെടുത്തില്ല. മഞ്ചേരിയിൽ 1 പൈസ അഡ്വാൻസ് കൊടുക്കാതെ വാങ്ങിയ ഈ മൊബൈൽ ശുചിമുറി, ഈ യൂണിറ്റ് അവിടെ കട്ടപ്പുറത്തിരിക്കുമ്പോൾ ഇവിടെ സമീറിനോട് പറയുകയായിരുന്നു 47 ലക്ഷം രൂപ വിലയുള്ള ഈ മൊബൈൽ യൂണിറ്റ് 27 ലക്ഷം രൂപ ആ പ്രൈവറ്റ് കമ്പനിയെ സഹായിച്ച് അവരിൽ നിന്ന് ചെയർപേഴ്സണും അതുപോലെ CPM കമ്മീഷൻ വാങ്ങാൻ വേണ്ടി അവർക്ക് അഡ്വാൻസ് കൊടുത്തു. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഇത് വാങ്ങിയിട്ടുണ്ട്. ഒരു വലിയ വാഹനമാണ് അവിടെ, ഐഷർ പോലത്തെ ഒരു വലിയ വാഹനവും അതിന് ഒരു ചെറിയ വാഹനവും വാങ്ങി. അവിടെയും ഇത് അഡ്വാൻസ് കൊടുക്കാതെയാണ് വാങ്ങിയത്. അവിടെ ഇതിനെക്കുറിച്ച് അതിന് ന്യായീകരണം ചെയർപേഴ്സൺ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 2 ലക്ഷം രൂപ കുറച്ചാണ് കായംകുളത്ത് വാങ്ങിയതെന്നാണ് പറയുന്നത്. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, KPCC സെക്രട്ടറിമാരായ E സമീർ, N രവി, കറ്റാനം ഷാജി, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു നസറുള്ള, ശോഭ സുരേന്ദ്രൻ, ഷുക്കൂർ വഴിച്ചേരി, വള്ളിയിൽ റസാഖ്, DCC ഭാരവാഹികളായ U മുഹമ്മദ്, AP ഷാജഹാൻ, AJ ഷാജഹാൻ, K പുഷ്പദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ആഭരണ നിർമ്മാണശാലയിൽ നിന്നും സ്വർണവുമായി കടന്ന ജീവനക്കാരനും സഹായിയും അറസ്റ്റിൽ. പശ്ചിമബംഗാൾ സ്വദേശികളാണ് അറസ്റ്റിലായത്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്നും 90 ഗ്രാം സ്വർണവുമായാണ് ഇവർ മുങ്ങിയത്. പശ്ചിമബംഗാൾ സ്വദേശികളായ കൃഷ്ണബാല, സെയ്ദ് നെയ്മത്തുള്ള എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിലെ ജീവനക്കാരനായിരുന്നു വിജയ് കൃഷ്ണ. ആഭരണം നിർമ്മിക്കുന്നതിനായി സ്ഥാപന ഉടമ നൽകിയ 150 ഗ്രാം സ്വർണത്തിൽ 90 ഗ്രാം സ്വർണം മുറിച്ചെടുത്ത ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു. സ്ഥാപന ഉടമ നൽകിയ പരാതിയെ തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച സ്വർണവുമായി തൃശൂരിലെത്തിയ വിജയ് കൃഷ്ണ ഇയാളുടെ സുഹൃത്തായ സെയ്ദ് നെയ്മത്തുള്ളയുടെ സഹായത്തോടെ സ്വർണം വിറ്റു. തുടർന്ന് മലപ്പുറം തിരൂരിലേക്ക് പോയി. കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തിരൂരിൽ നിന്നും വിജയ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സ്വർണം വിൽക്കാൻ സഹായിച്ച സെയ്ദ് നെയ്മത്തുള്ളയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. തൃശൂരിലെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. SHO V ബിജുവിന്റെ നേതൃത്വത്തിൽ SIമാരായ ഷമീർ, ആഷിഖ്, ASI തമ്പി, CPOമാരായ ഹാഷിം, മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KMMൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടത്തുമെന്ന് മന്ത്രി P രാജീവ്. ദേശീയ ജലപാതയ്ക്ക് കുറുകെ KMMൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സിംഗിൾ ഗർഡർ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് നടപ്പാലത്തിന്റെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ നിയമനങ്ങളും സുതാര്യമായ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നടപ്പാക്കുന്നത്. ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറിയിൽ റിയാക്ടറുകൾ മാറ്റി കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KMMൽ ഖനന മേഖലയിൽ കമ്പനി നേരിട്ട് കരാറടിസ്ഥാനത്തിൽ ജോലിക്കെടുത്ത 4 മൈനിംഗ് സൈറ്റുകളിലെ തൊഴിലാളികൾക്ക് ബോർഡിന്റെ അനുമതിയോടെ 2 തൊഴിൽ ദിനം കൂടി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. ദേശീയ ജലപാതയ്ക്ക് കുറുകെ KMMൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സിംഗിൾ ഗർഡർ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് നടപ്പാലം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ സാധ്യമാകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയെന്നാണ് KMMൽ സ്വീകരിച്ചിട്ടുള്ള രീതി. ഇപ്പോൾ കോവിൽത്തോട്ടം യഥാർത്ഥത്തിൽ ദീർഘകാലമായി കുരുങ്ങിക്കിടന്നൊരു പ്രശ്നമായിരുന്നു. ഇവിടുത്തെ മൈനിങ് ജോലിയുടെ പ്രശ്നം 2006 ശ്രീ എളമരം വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു പാക്കേജ് ഉണ്ടാക്കി. ഷിബു ബേബി മന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയ്ക്ക് നോക്കി. എന്നാൽ മൈനിങ് നടന്നിരുന്നുമില്ല, കാര്യങ്ങൾ വേണ്ടത്ര പരിഹരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ സുജിത്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന ആവശ്യം ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരുമായി ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഏകദേശം 700ഓളം പേരാണ് ഇവിടെ ഒറ്റയടിക്ക്, ഒരു കമ്പനിയിലും അത്ര ആളുകൾ ഒറ്റയടിക്ക് കോൺട്രാക്ട് നേരിട്ട് എടുക്കാൻ നിയമപരമായിട്ട് കഴിയില്ല. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അവരെ ജോലിക്കെടുക്കും. ജോലിക്കെടുക്കുമ്പോഴും ഉള്ള തൊഴിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എണ്ണം കുറവാണ്. ഇപ്പോൾ നോക്കി കഴിയുമ്പോൾ ബോർഡിന്റെ അനുമതിയോടുകൂടി നിലവിലുള്ളതിനേക്കാൾ 4 സൈറ്റിലും 2 തൊഴിൽ ദിനങ്ങൾ കൂടി വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യം ഞാൻ തുടക്കത്തിൽ പറയില്ല. 2 മതിയോ എന്നൊക്കെ ചിന്ത തോന്നും. 2 ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാം. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. 7-8 വർഷം മുമ്പ്
MS ഒരു നടപ്പാലം പൊളിഞ്ഞു വീഴുകയും അവിടെ നമ്മുടെ സഹോദരിമാരെ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് വലിയ രീതിയിലുള്ള മുറിവുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നു. നാടിന് ഏറ്റവും വലിയൊരു മുറിവ് തന്നെയായിരുന്നു. കാലത്ത് ഒരു TS കനാലിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് 45 മീറ്ററിൽ വീതിയിൽ ഒരു സിംഗിൾ സ്പാനോട് കൂടിയ ഒരു പാലമാണ് ഇനി വരേണ്ടത്. അപ്പം അതിൻ്റെ സാങ്കേതിക തികവോടുകൂടി തന്നെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് സംസ്ഥാനത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ആദ്യത്തെ പ്രീ സ്ട്രെസ്ഡ് സിംഗിൾ ഗാർഡർ ബ്രിഡ്ജ് എന്നുള്ള രീതിയിലേക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ നാട്ടിൽ വരികയാണ്. ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു പാലം തൊട്ടപ്പുറത്ത് കോവിൽത്തോട്ടത്തും അത് മോട്ടോറബിൾ വണ്ടി വാഹന സൗകര്യത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാലവും വരികയാണ്. ഇത് 2 പാലത്തിൻ്റെയും മുഴുവൻ തുകയും എടുക്കുന്നത് KMML ആണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നിർമ്മാണം ഇവിടെ എങ്കിലും അവിടെ ഒരാളെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച 2 സ്ഥാപനങ്ങളാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. അപ്പോൾ ഇതെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി ഇനിയും നമുക്ക് ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ കരയെ സംബന്ധിച്ചിടത്തോളം പൊന്മന കോവിൽത്തോട്ടം കരകളെ സംബന്ധിച്ചിടത്തോളം കരുത്തറ വരെ നീളുന്ന കരയിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയോടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള തീരദേശ ഹൈവേ കൂടി അവിടെ വരുന്നതോടുകൂടി എല്ലാവർക്കും വാഹന സൗകര്യവും അതുപോലെ മൈനിങ് ഏരിയയിൽ എടുത്ത ഭൂമി മൈനിങ് പൂർത്തീകരിച്ച് തിരിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള ഇതെല്ലാം സമയബന്ധിതമായി ഈ വർഷത്തിൽ തന്നെ കോവിൽത്തോട്ടം ഭാഗത്ത് മൈനിങ് ചെയ്തിട്ടുള്ള വസ്തുക്കൾ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീതിയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ, ജനപ്രതിനിധികളായ സന്തോഷ് തുപ്പാശ്ശേരി, CP സുധീഷ് കുമാർ, J സുരേഷ് കുമാർ, P ശ്രീകല, R ആൻസി, ലിൻസി ലിയോൺ, KMML MD P പ്രദീപ് കുമാർ, S സെൽവകുമാർ, S ഷാജൻ, K സുരേഷ് ബാബു, S ജയമോഹൻ, N പത്മലോചനൻ, ശ്യാം സുന്ദർ, MU വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സ്വകാര്യ ബസ്സുടമകൾ ജൂലൈ 8-ന് സൂചനാ പണിമുടക്ക് നടത്തും. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ബസ്സുടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ്സുടമകൾ ഈ മാസം 8-ന് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമായിട്ടും 3 സംഘടനകൾ ചേർന്നുള്ള സമരസമിതിയാണ് ഉള്ളത്. ആ സമരസമിതി നിരവധി തവണ കേരളത്തിലെ മാറി മാറി വരുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിമാർക്കും അതേപോലെ തന്നെ തൊഴിൽ മന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമൊക്കെ നിരവധി തവണ കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ ഒക്കെ നിരത്തിക്കൊണ്ട് നിരവധി തവണ അപേക്ഷ കൊടുത്തിട്ടും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ യാതൊരു നടപടിയും ഇതിന് അനുകൂലമായി സ്വീകരിക്കാനോ ഈ ട്രാൻസ്പോർട്ട് മന്ത്രിമാരും ബന്ധപ്പെട്ട ഗവൺമെൻറ്റും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ സമരം ചെയ്യാതെ, ബസ് നിർത്തിവെച്ചുള്ള സമരം ചെയ്യാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള, തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരം ചെയ്യാതെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള സമരമാർഗങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി നടത്തി. 2 ആഴ്ചയ്ക്കകം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനം. ഈ സമരത്തിന് പിന്തുണ തേടിക്കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ സഹായവും ഈ സംഘടന തേടിക്കൊണ്ടാണ് ഗവൺമെന്റിലേക്ക് സമര നോട്ടീസ് കൊടുക്കുകയും 8-ാം തീയതി, ഈ മാസം 8-ാം തീയതി ഒരു ദിവസം സൂചനാ സമരവും അതിനുശേഷവും ഗവൺമെൻറ് അനുകൂലമായി ചർച്ച ചെയ്യുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരവും നടത്താനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ് സർവീസ് പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, വിദ്യാർത്ഥി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുക, ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന നിയമം പിൻവലിക്കുക, ചലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സാധാരണ യാത്രക്കാരുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ ഞങ്ങളുടെ ആവശ്യം സാധാരണ യാത്രക്കാരുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ചാർജ് വലിയ യാത്രക്കാരുടെ ചാർജിൻ്റെ 50% വർദ്ധിപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
മന്ത്രി സജി ചെറിയാന്റെ കോലം കത്തിച്ച് പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികളെ അവഹേളിച്ചെന്നാരോപിച്ചാണ് കോലം കത്തിച്ചത്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴീക്കൽ പാലം ജംഗ്ഷനിലാണ് മന്ത്രിയുടെ കോലം കത്തിച്ചത്. മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളെ അവഹേളിച്ചെന്നാരോപിച്ചാണ് മന്ത്രിയുടെ കോലം കത്തിച്ചത്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴീക്കൽ പാലം ജംഗ്ഷനിലാണ് മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം നടത്തിയത്. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനം ആലപ്പാട് UDF ചെയർമാൻ LK ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാമതായി ഇന്ന് നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളെ തെമ്മാടിയെന്നും താടിവെച്ച തെമ്മാടിയെന്നും ഒരു ലോകത്തിൽ ഗുണ്ടയെന്നും പറയുകയുണ്ടായി. സജി ചെറിയാൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് കടലിനോടും കടലമ്മയോടും മല്ലിട്ടുകൊണ്ട് ഇന്ന് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഫിഷറീസ് വകുപ്പ്. കേരളത്തിനൊരു ശാപമുണ്ട്. കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഇന്ന് കൃത്യമായിട്ടും വിവരമില്ലാത്ത ഒരു മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ വേദന എന്താണെന്നും മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസമെന്നും അറിയാത്ത ഒരു സജി ചെറിയാൻ. രണ്ടാമത് ഈ രാജ്യത്തെ പാവങ്ങൾക്ക് ഒരു പാരസെറ്റമോളും കിട്ടാതെ, ഒരു ഓപ്പറേഷന് കൃത്യമായി നടക്കാതെ ആശുപത്രികൾ തകർന്നു വീഴുന്ന നിലയിലേക്ക് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ മാറിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം പറയാം: തീരദേശ ജനത ഒട്ടും മോശമല്ല, മത്സ്യത്തൊഴിലാളികൾ ഒട്ടും മോശമല്ല. കേരളത്തിൻ്റെ ചരിത്രം നമുക്ക് എടുത്തു നോക്കാം. തിരുവനന്തപുരത്ത് ഓക്കി വന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അവിടുത്തെ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ പങ്കായം കൊണ്ട് ഓടിച്ച് കാറിൽ കടന്നുപോയൊരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ. അതാണ് സഖാവ് പിണറായി വിജയൻ. മണ്ഡലം പ്രസിഡന്റ് C ഹനിദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി R കൃഷ്ണദാസ്, ബിനു സുകുമാരൻ, ഓമനക്കുട്ടൻ, പ്രേംജിത്ത്, സുനിൽ കൈലാസം, ഹരിദാസ്, ചന്ദ്രദാസ്, K നകുലൻ, സിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടി. സംഘത്തിലെ 4ാം പ്രതി പുനലൂരിൽ പിടിയിൽ. പത്തനാപുരം കറവൂർ സ്വദേശിക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 11.5 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. 4ാം പ്രതിയായ ചിഞ്ചു S രാജാണ് പിടിയിലായത്. ഞാനിവിടെ ഈ ന്യൂസിലൻഡിൻ്റെ വിസ സബ്മിഷനാണ്. ന്യൂസിലൻഡും ഉണ്ട്, ഓസ്ട്രേലിയയുടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് തിരക്കായി പോയി. ഗൂഗിൾ മീറ്റ് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മൺഡേയിൽ എടുക്കാം. ഓക്കെ. അപ്പം സിംഗപ്പൂരിൽ കാൻഡിഡേറ്റ്സിനോട് പറഞ്ഞോളൂ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. NOC ക്ലിയർ ചെയ്ത് വരുന്ന അനുസരിച്ച് ടിക്കറ്റ് കൺഫേം ആയിക്കോളും. ൽ പിറവന്തൂർ കറവൂർ സ്വദേശി നിഷാദിനെ ജോലി വാഗ്ദാനം ചെയ്ത് 11.5 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് 4ാം പ്രതിയായ ചിഞ്ചു S രാജിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 4 അംഗ സംഘത്തിലെ 1ാം പ്രതിയായ ബിനിൽകുമാറിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. 2 പേർ ഒളിവിലാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കപ്പലിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ്. നമ്മുടെ പോർട്ടിൻ്റെത് ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് അവിടെ ജോയിൻ ചെയ്തിട്ട് ഇമിഗ്രേഷന് കുറച്ച് ഡിലേ ഉണ്ട്. അതുകൊണ്ടാണ് നെക്സ്റ്റ് ബാച്ചിനെ പെട്ടെന്ന് വിടണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ടിക്കറ്റ് എടുത്താൽ മതി എന്നാണ്. അപ്പോൾ ഇന്ന് അവർക്ക് അവരുടെ എക്സ്റ്റൻഷനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 2-3 ഡേയ്സ് എടുക്കും നെക്സ്റ്റ് ബാച്ചിൻ്റെ അപ്ഡേഷൻ കിട്ടാനായിട്ട്. അത് വരുന്നതനുസരിച്ച് ഞാൻ ഇട്ടേക്കാം. ഓക്കെ. 1ാം പ്രതിയായ ബിനിൽകുമാർ MD ചുമതലയുള്ള ഫ്ലൈവില്ല ട്രീ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിലൂടെയാണ് തട്ടിപ്പ് നടത്തിയത്.
ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകിയ പരസ്യം കണ്ടാണ് നിഷാദ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടത്. വ്യാജരേഖകളും മറ്റും ചമഞ്ഞ് ന്യൂസിലാൻഡിലേക്ക് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത പ്രതിയായ 4ാം പ്രതിയാണ് ചിഞ്ചു അനീഷ്. ഇന്നലെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം പോയി എറണാകുളം കലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ട് ഫ്ലൈ വില്ല ട്രീ പെരുമ്പാവൂരിലെ ബിജുകുമാറിൻ്റെ അക്കൗണ്ടിൽ ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് വ്യാജ ഓഫർ ലെറ്റർ ചെയ്ത് ചിഞ്ചുവിൻ്റെ ഫുൾ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് വിസ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഗൂഗിൾ മീറ്റിൽ എടുത്തിട്ടാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് 2 ഘട്ടങ്ങളിലായിട്ട് ഇവിടുത്തെ 3ാം പ്രതി ഫ്ലൈ വില്ലോ ട്രീ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അക്കൗണ്ട് നമ്പർ തരാതെ ബിജുകുമാറിൻ്റെ അക്കൗണ്ടിൽ അനു രാജീവ് എന്ന് പറയുന്ന സ്റ്റാഫാണ് ന്യൂസിലാൻഡിലേക്ക് വരാൻ നിൽക്കുകയാണ്. ഞാനും ബാങ്കിൽ ലോണിൽ വെച്ചിട്ടാണ് 10 ലക്ഷം രൂപ കൊടുത്തേക്കുന്നത്, മേഡത്തിന് കൊടുത്തേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യിക്കുകയും ഇതിൽ 1ാം പ്രതി പുനലൂർ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റാകുകയുണ്ടായി. അപ്പോൾ 2ാം പ്രതി പുനലൂർ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആകുമെന്നാണ് പറയുന്നത്. ഈ 2-3 പ്രതികളെ പിടിക്കാനുണ്ട്. ഒളിവിലാണ് നിലവിലുള്ളത്. ഈ 3ാം പ്രതിക്ക് ഒരു 4ഓളം സ്റ്റേഷനിൽ FIR ഓൾറെഡി 45 ദിവസത്തിനുള്ളിൽ ന്യൂസിലാൻഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും വിസയ്ക്കും സർവീസ് ചാർജിനുമായി 11 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. ഗൂഗിൾ മീറ്റ് വഴിയാണ് 4ാം പ്രതിയായ ചിഞ്ചു നിഷാദിനെ ഇന്റർവ്യൂ ചെയ്യുകയും ഓഫർ ലെറ്റർ ഉടൻ അയച്ചു നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. 2024 നിഷാദ് പുനലൂർ പോലീസിൽ പരാതി നൽകിയത്. ഒളിവിൽ പോയ ചിഞ്ചുവിനെ എറണാകുളത്ത് നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻപും പല തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ചിഞ്ചുവെന്ന് പോലീസ് പറഞ്ഞു. നിരവധി പേരുടെ കയ്യിൽ നിന്നും ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയിട്ടുണ്ട്. ഇവരിൽ പലരും ഇപ്പോൾ ന്യൂസിലാൻഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. SAമാരായ കൃഷ്ണകുമാർ, പ്രമോദ്, ASI മറിയക്കുട്ടി, CPO രാജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ചിഞ്ചുരാജിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് KSU പ്രവർത്തകർ കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധം നടത്തി. KSU പ്രവർത്തകർ മന്ത്രിയുടെ കോലവും കത്തിച്ചു. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് KSU കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രവർത്തകർ മന്ത്രിയുടെ കോലവും കത്തിച്ചു. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ദ്രജിത്ത് R അധ്യക്ഷത വഹിച്ചു. ജെയ്സൺ തഴവ, നിഷാദ്, മുഹ്സിൻ മേടയിൽ, ശബരി, സുഹൈൽ, അഗസ്ത്യൻ, ആദിത്യലാൽ, പ്രണവ്, സാരംഗ്, ആൽവിൻ, ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഓച്ചിറയിൽ പ്രകടനം നടത്തി. വീണ ജോർജിന്റെ കോലം കത്തിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കാലം കെട്ടൊരു കാലത്ത് കാണ്ടാമൃഗവും മന്ത്രിയാകും, കാണ്ടാമൃഗവും മന്ത്രിയാകും. പിണറായിയുടെ കാലത്ത് വീണ ജോർജും മന്ത്രിയാകും. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനം നടത്തിയത്. ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ മന്ത്രിയുടെ കോലം കത്തിച്ചു. ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ ഉദ്ഘാടനം ചെയ്തു. കരിഞ്ചന്തക്കാരനും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ, ഈ സർക്കാർ ഈ സാധാരണപ്പെട്ടവരെ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീണ ജോർജ് ദാരുണമായ സംഭവം ഉണ്ടായെത്തിയപ്പോൾ ആ വീണ ജോർജ് പറഞ്ഞത് ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, ഇവിടെ ആൾ താമസമില്ലാത്ത സഞ്ചാരയോഗ്യമില്ലാത്ത സ്ഥലമാണ്, ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഏറെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് ഇതിന്റെ അടിയിൽ മനുഷ്യനുണ്ട്, ശരീരം ഒരു സ്ത്രീയുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷം മണിക്കൂറുകൾ, ഏതാണ്ട് 2 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെയുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമുക്കെല്ലാം നവമാധ്യമങ്ങളിൽ കൂടി കാണാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുപോലെ ദുരന്തം കേരളത്തിലുണ്ടായപ്പോൾ രാജ്യം വിട്ടുപോയിരിക്കുകയാണ്. ഇതുപോലൊരു ഭരണകർത്താവ് കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, UDF മണ്ഡലം ചെയർമാൻ അയ്യാണിക്കൽ മജീദ്, കയ്യാരത്തറ ഹരിദാസ്, ഗീതാകുമാരി, മെഹർഖാൻ ചേന്നല്ലൂർ, KB ഹരിലാൽ, സതീഷ് പള്ളിയമ്പിൽ, ഷെരീഫ് ഗീതാഞ്ജലി, സുൽഫി ഖാൻ, ബേബി വേണുഗോപാൽ, ദിലീപ് ശങ്കർ, മാളു സതീഷ്, ഗീതാ രാജു, മിനി പുനൻ എന്നിവർ പങ്കെടുത്തു. ഇന്ന് ഏറ്റവും ദാരുണമായ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി
ഇന്ന് രാത്രിയിൽ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോവുകയാണ്. അദ്ദേഹം ഇവിടെ കഴിഞ്ഞ മാസം പറയുന്നത് കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ നിന്ന്. അപ്പോൾ നമുക്കൊക്കെ ഒരു സംശയം, ഈ കേരളത്തിൻ്റെ ഒരു ഭാഗം അമേരിക്കയിലോട്ട് മാറ്റിയൊന്നാണ്. കാരണം അവിടെയാണ് അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പോൾ ഏറ്റവും കെടുകാര്യസ്ഥതയുള്ള, ഏറ്റവും സമസ്തമായ മേഖലയിലും തട്ടിയുടയ്ക്കപ്പെട്ട, ഏറ്റവും തച്ചുടയ്ക്കപ്പെട്ട മേഖലയാണ് ആരോഗ്യ മേഖല എന്ന് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ട പിണറായി വിജയൻ തെളിയിക്കുകയാണ്. ഈ മേഖലയിൽ നമ്മൾ ജോലിയെടുക്കുന്നവർ, അവിടെ അഭയം തേടുന്നവർ, എത്രയോ നിരാശ്രയരായവർ, അവരുടെയൊക്കെ ജീവൻ വെച്ച് ഇന്ന് വീണ ജോർജ് ഇവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ പന്താടുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തം. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിൽ 5 പേർക്ക് പരിക്ക്. ഓച്ചിറയിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. കരുനാഗപ്പള്ളിയിൽ KSUവിന്റെ പ്രതിഷേധം. മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളെ അവഹേളിച്ചെന്ന് ആരോപണം. മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പാട് മണ്ഡലം കമ്മിറ്റി അഴീക്കൽ പാലം ഡിവിഷനിലാണ് മന്ത്രിയുടെ കോലം കത്തിച്ചത്. KMML-ൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടത്തുമെന്ന് മന്ത്രി P. രാജീവ്. ദേശീയ ജലപാതയ്ക്ക് കുറുകെ KMML നിർമ്മിച്ച സിംഗിൾ ഗാർഡർ ട്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് നടപ്പാലത്തിന്റെ സമർപ്പണം നടത്തി. മന്ത്രി P. രാജീവ് പങ്കെടുത്ത വേദിയിൽ പ്രതിഷേധവുമായി ചിറ്റൂർ പ്രദേശവാസികളും ജനപ്രതിനിധികളും. IT വ്യവസായത്തിന് കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ 2ാമത്തെ IT ക്യാമ്പസ് കൊട്ടാരക്കര നെടുവത്തൂരിൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 250 പേർക്ക് ജോലി ലഭിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.